ഈ തങ്ങൾ പോസ്റ്റ് എന്നുള്ളത് സമാർജിത സ്ഥാനമല്ല. ആലിം എന്നത് സമാർജിത സ്ഥാനാണ്. തങ്ങൾ എന്നത് കസ്ബി അല്ല, വഹബിയാണ്. ഇൽമ് കസ്ബിയാണ്. അള്ളാഹു താലാക്ക് വേണമെങ്കിൽ തൗഹീദിന്റെ പ്രകാശം എല്ലാവർക്കും നേരെ കൊടുക്കായിരുന്നു. അതിന് അള്ളാഹ്ക്ക് കഴിയല്ലോ, പക്ഷെ അങ്ങനെ കൊടുത്തില്ല. തൗഹീദിന്റെ വഹീന്റെ പ്രകാശം അള്ളാഹു നേരെ കൊടുത്തത് മലക്കുകളുടെ അല്ല, നുബൂവത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത മനുഷ്യന്മാരെയാണ്. നുബൂവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന്മാരെ എല്ലാവരും ഓരോ ക്വാളിഫിക്കേഷൻ അല്ലോ അല്ല. അവരുടെ ഇടയിൽ മർത്തബക്ക് വ്യത്യാസമുണ്ട്, സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. 1,00,000-ലപ്പുറം അമ്പിയാക്കളാകുമ്പോൾ അതിൽ 300 ചില്ലാൻ മുർസലീങ്ങൾ. അതേ കണക്കിനാണ് പിന്നെ മഹാന്മാരായ സഹാബത്തും ബദരീങ്ങളും വന്നത്. അതിൽ തന്നെ 5 ഉലുൽ അസ്മ്, അതിൽ തന്നെ ഒരാൾ ലോകത്തിന്റെ ഇമാം മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇനി മറ്റുള്ളവരുടെ കടമ എന്താണ്? അള്ളാഹു ഒരാളെ തെരഞ്ഞെടുത്തു എന്ന് മനസ്സിലായാൽ അയാളെ കൂടാണ്ട് ഒപ്പം നിൽക്കുക എന്നുള്ള, അതാണ് മറ്റുള്ളവരുടെ കടമ. അവിടെ നമ്മൾ ന്യായം പറഞ്ഞുകൊണ്ട് ആ അസല് പൊളിച്ചാൽ റഹ്മത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടും. അതാണ് ഇബ്ലീസിന്റെ പ്രശ്നം. അബാ വസ്തക്ബറ വക്കാന മിനൽ കാഫിരീൻ. നമ്മുടെ കടമ അതാണ്. നമ്മളെ ഏതായാലും തങ്ങന്മാരാക്കിയില്ല. ഇനി അതാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കോളേജിൽ പോയിട്ട് നിന്നിട്ട് കാര്യമില്ല. കാരണം അത് സമാർജിത സ്ഥാനമല്ല. അത് അള്ളാഹു തആല അതിൻ്റെ ആളുകൾക്ക് കൊടുത്ത്. റസൂലുള്ളാഹിന്റെ കുടുംബക്കാരൊക്കെ തങ്ങന്മാരല്ലല്ലോ. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അന്ന് റസൂലുള്ളാഹി പോപ്പിൻ്റെ ഉള്ളിലിട്ട ആളുകളാണ്, അതിന് വരുന്ന ആളുകളാണ്. അതാണ് ഇവരൊക്കെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, അള്ളാഹിൻ്റെ ഖുർആനും എൻ്റെ അഹ്ലു ബൈത്താണ് നിങ്ങൾക്ക് ഞാൻ പ്രമാണമാറ്റി ഇട്ടേച്ച് പോകുന്നത്. അതുകൊണ്ട് ഉദക്കിറുക്കും ഫി അഹ്ലി ബൈത്തി. പല റിപ്പോർട്ടും കാണാം, ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ, മുഹമ്മദ് നബിയെ അഹ്ലു ബൈത്തിനെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പരിശുദ്ധ റസൂൽ. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ആ ശൈലിയൊക്കെ അത്ഭുതകരമാണ്. അപ്പോൾ നമുക്ക് ഇനി അവരെ സ്നേഹിച്ച് പിന്നാലെ കൂടെ രക്ഷപ്പെടാൻ മാർഗമുള്ളൂ, വേറൊരു മാർഗം. അത് അള്ളാഹുവിൻ്റെ ഒരു സ്വഭാവമാണ്, ഭരണ സ്വഭാവം ആ ശൈലിയിലാണ്. അങ്ങനെയാണ് അള്ളാഹു തആല ദുനിയാവിനെ സംവിധാനിച്ചത്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കാതിരുന്നാൽ നമ്മൾ ഫൗണ്ടേഷൻ പൊളിച്ചു, പിന്നെ അമല് ചെയ്തിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ, ബിൻ നബിയിൽ മുസ്തഫ. സ്വലാത്ത് ചൊല്ലിക്കോളൂ. കാരണം വൈറസ് പ്രഭാഷണം തുടങ്ങിയിട്ട് കൊല്ലമൊന്നായി. COVID-19 അത് കഴിഞ്ഞു, 20 കഴിഞ്ഞു, ഇനി 21 കയറുകയാണ്. ഒരൊറ്റ കൊല്ലാണ് ഈ വൈറസ് പ്രഭാഷണം. ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രഭാഷണം പരീക്ഷണമാണ്. പരീക്ഷണമാണ് ഏറ്റവും വലിയ പ്രഭാഷണം. സാധാരണ എല്ലാവരും പറയാറുണ്ട് പ്രഭാഷണമൊക്കെ മുടങ്ങിയെന്ന്. എൻ്റെ അഭിപ്രായം മുടങ്ങിയിട്ടില്ല. ഓരോ സെക്കൻഡിലും പ്രഭാഷണമാണ്. വൈറസിനേക്കാൾ വലിയ പ്രഭാഷണമാണ് എത്താൻ ലോകത്ത്. ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ നിരന്നിരുന്നിട്ടും കാര്യമില്ല. മനുഷ്യ ശരീരമാകുന്ന സ്റ്റേജിൽ കയറിയിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഈ സാധനം പ്രഭാഷണം നടത്താൻ തുടങ്ങിയിട്ട് 11 മാസം കഴിഞ്ഞു. അതേസമയം കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ തങ്ങന്മാരും ഉസ്താദന്മാരൊക്കെ ദ്വാരക്കായിരുന്നു, ഇന്ത്യയിൽ നിന്ന് പുറത്താക്കല്ല അല്ലാഹ്. ഇപ്പോൾ ദ്വാരക്കണേ പൊരയിന്ന് പുറത്തിറങ്ങാനുള്ള വാതിൽ തുറന്നുകൊണ്ട് അല്ലാഹ്. നോക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹിൻ്റെ പണി. മദീന പള്ളിയിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. തീരെ മഴയില്ലാതായി, വരൾച്ചയായി, ആടുകളൊക്കെ ചത്തൊടുങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അറബി വന്നിട്ട്, കാട്ടറബി വന്നിട്ട് പറഞ്ഞു, നബിയെ വെള്ളമില്ല, ക്ഷാമാണ്, വരണ്ട ഭൂമിയാണ്, മൃഗങ്ങളൊക്കെ ചത്തുപോവാണ്, കുട്ടികൾക്ക് പാൽ കുടിക്കാം, പാല് പോലും ഇല്ലാത്ത അവസ്ഥയിൽ വെള്ളം വറ്റി വരണ്ടു യാ റസൂലല്ലാഹ്, ദ്വാരക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ ദ്വാരുന്നു. പിറ്റത്തെ ആഴ്ച ഇതേ ആൾ വന്നിട്ട് പറയാണ്, വെള്ളം കൂടിയിട്ട് പുറത്തിറങ്ങാൻ വയ്യാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് സ്റ്റേജ് മുഴുവൻ കെട്ടിയിട്ട് എല്ലാവരും ദ്വാരക്കായിരുന്നു, ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകല്ല റബ്ബേ, ഞങ്ങളെ പുറത്താക്കല്ല റബ്ബേന്ന്. അതേ സമയം എല്ലാവരും കൂടിയാണ് ദ്വാരുന്നു. ഇപ്പം മാറ്റി ദ്വാരക്കണം, ഒന്ന് പുറത്തിറങ്ങാനുള്ള അവസരം കൊണ്ടോ റബ്ബേ എന്ന്. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി ഒന്ന് മാറ്റി ദ്വാരക്കണമെന്നാണ്. ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാനല്ല, പുരയിൽ നിന്ന് പുറത്തിറങ്ങാൻ. ഒറ്റ കൊല്ലം കൊണ്ട് അള്ളാഹു തആല ഇങ്ങനെ ആക്കി തീർത്ത് നോക്കി നിങ്ങൾ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഡൽഹിയിൽ നടന്നിരുന്ന സമരവും ഇപ്പോൾ നടക്കുന്ന സമരവും തമ്മിലൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ പിറകിൽ അള്ളല്ലേ. എന്നിട്ട് നമ്മൾ ഈ കൊറോണ വന്നിട്ട് എത്ര പ്രാവശ്യം മുൻകൈ കഴുകി അല്ലേ? ഈ വൈറസിനെ പേടിച്ചിട്ട് എത്ര പ്രാവശ്യം മുൻകൈ കഴുകി? അള്ളാഹിനെ പേടിച്ചിട്ട് ഒറ്റ പ്രാവശ്യം കൽബ് കഴുകിയോ? മുൻകൈ കഴുകാൻ എല്ലായിടത്തും വെള്ളമുണ്ട്, അത് കഴുകും വേണം. പക്ഷെ കൽബ് കഴുകാനുള്ള വെള്ളം പൈപ്പ് തുറന്നാൽ കിട്ടൂല, അത് കണ്ണിന്ന് വരേണ്ടതാണ്, അത് കണ്ണിൽ നിന്ന് വരേണ്ടതാണ്.
എല്ലാ ദിവസങ്ങളിലും പാതിരാവിൽ പടച്ചവന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പൊട്ടി കരഞ്ഞിരുന്ന തങ്ങളുപ്പാപ്പാന്റെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയതെന്ന് മറക്കണ്ട. ഇന്തോനേഷ്യയിൽ നിന്ന് തന്നെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഉറങ്ങുന്ന റൂമിൽ പാതിരാവായാൽ കരയുന്ന ശബ്ദം കേട്ടുകൊണ്ട് പൊന്നുവാപ്പ എണീക്കാറുണ്ട്. അങ്ങനെ ഖാദിരിയത്തിന്റെ ത്വരീഖത്തിലൂടെ ദിക്റും ഫിക്റുമായി ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ പ്രപഞ്ചത്യാഗിയായി സർവശക്തനായ അല്ലാഹുവിലേക്ക് ഹൃദയം തകർന്നു മുറിഞ്ഞു വീണ മഹാനായ സയ്യിദ് ഇന്ത്യാനേഷ്യയിലെ അറിയപ്പെട്ട ഭരണാധികാരിയുടെ പ്രിയപ്പെട്ട മകനായിട്ട് കടലണ്ടിയിലേക്ക് വന്നത് എന്തിനാണ്? തനിക്ക് കിട്ടിയിട്ടുള്ള മാരിഫത്തിന്റെ വെളിച്ചം ഉമ്മത്ത് മുഹമ്മദിലെ പാവങ്ങൾക്ക് കൈമാറാനാണ്. ആ കൈമാറ്റമാണ് കടലുണ്ടിയിൽ സംഭവിച്ചത്. അവർക്ക് കിട്ടിയിട്ടുള്ള ഹിദായത്തിന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് കൈമാറാനാ. സൗകര്യം അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല. അവര് മൂത്ത മകനായിരുന്നു. ഞാൻ വിദേശത്തേക്ക് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആപ്പാക്ക് വലിയ പ്രയാസമായി. പിന്നെയും ചോദിച്ചു, അപ്പോഴും പ്രയാസമായി. നിർബന്ധമായിട്ട് മോൻ ചോദിച്ചപ്പോൾ മാത്രമാണ് വാപ്പ സമ്മതിച്ചത്. ആ സമയത്ത് വാപ്പ അവിടുത്തെ ഭരണാധികാരിയാണ്. അല്ലാതെ അവിടെ അന്നം വെള്ളമില്ലാത്തതുകൊണ്ട് വീടില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നതല്ല. എല്ലാ സൗകര്യമുള്ള കൊട്ടാര സദൃശമായ അവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന എന്തിനാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ വരദാനങ്ങളാണ് അവിടുത്തെ അഹ്ലു ബൈത്തിലെ പ്രിയപ്പെട്ട മക്കളെ. സർവശക്തനായ അല്ലാഹു അവരോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിപ്പിക്കട്ടെ. ജമലുല്ലൈൽ എന്ന വാക്കാണ് ഞാൻ കെട്ടഴിക്കാൻ ശ്രമിച്ചത്. പാതിരാവിന്റെ ഉള്ളറയിൽ പാവങ്ങൾക്ക് വേണ്ടി ത്യാഗനിർഭരമായ സേവനത്തിന് നേതൃത്വം കൊടുത്ത കുടുംബമാണ് ജമലുല്ലൈൽ കുടുംബമെന്ന് ചരിത്രത്തിൽ വായിക്കാം. പൊതുവെ തങ്ങന്മാരുടെ ഒരു സ്വഭാവം അതാണ്. നിങ്ങൾക്കറിയില്ലേ, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല വഫാത്തിന്റെ ദിവസമതാ. അവരെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ അവരുടെ രണ്ട് തോളിലും കറുത്ത പാടിങ്ങനെ കാണുകയാണ്. വെളുവെളുത്ത മനുഷ്യന്റെ രണ്ട് തോളിൽ കറുത്ത പാട്. മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് മറമാടി. പിന്നെ നാട്ടിൽ പല ഭാഗത്തും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പാവളങ്ങനെ തെണ്ടുകയാണ്, യാചകന്മാർ തെണ്ടുകയാണ്. പലരും മുതലാളിമാരെ വീട്ടിൽ പോയിട്ട് തപസ്സിരിക്കുകയാണ്. ആ നാട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. യാചകന്മാർ ഭിക്ഷാടനം നടത്തുക എന്നുള്ളൊരു സമ്പ്രദായം ആ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ വഫാത്തായി 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് നാട് മുഴുവൻ യാചകന്മാരെ കൊണ്ട് നിറയാണ്. എന്താണ് കാര്യം എന്ന് ആൾക്ക് മനസ്സിലായില്ല. അവസാനം യാചകന്മാരെല്ലാവരും കൂടി സംഘടിപ്പിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന് വന്നാണ്? ഞങ്ങൾ ഇന്ന ഗ്രാമത്തിലുള്ള ആളുകളാണ്. എന്താ നിങ്ങളിപ്പോൾ 2-3 ദിവസമായിട്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ട് ഭിക്ഷാടനം നടത്തുന്നത്? ഞങ്ങളൊക്കെ കടന്നുറങ്ങിയാൽ പ്രഭാത സമയത്ത് സടകുടഞ്ഞെഴുന്നേറ്റാൽ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഞങ്ങൾ ആദ്യമായി കാണുന്നത് രാത്രി വരെ ഭക്ഷിക്കാനുള്ള ഭക്ഷണപ്പൊതിയാണ്. ആ പൊതിയുടെ അരികിൽ ഒരു ചെറിയ എഴുത്തുണ്ടാകും, ഇത് നിങ്ങൾ കഴിച്ചോ, ഇത് നിങ്ങൾക്ക് ഹലാലായ ഫ്രഷായ ഭക്ഷണമാണ്. ആ ഭക്ഷണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് 3 ദിവസമായി. അരച്ചാണ് വേറെ നിവർത്താൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. വല്ലതും തരണേ. വിശപ്പ് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇറങ്ങിയതാണ്. 3 ദിവസമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം രാത്രി കിട്ടാതായിട്ടുണ്ട് എന്ന് ആളുകൾ ചിന്തിച്ചു. ആരാണ് രാത്രി ഇവരൊക്കെ വീട്ടിൽ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത്? ഇപ്പം എന്താ കിട്ടാത്തത്? അപ്പം ഈ ഭക്ഷണം കിട്ടാത്ത സമയവും അലി സൈനുൽ ആബിദീൻ റഹിമഹുല്ലാ വഫാത്തായ ദിവസവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ 2 ഒരേ ദിവസമാണ്. അങ്ങനെയാണ് നാട്ടുകാർക്ക് മനസ്സിലായത് ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അല്ലാതെ പ്രചരിപ്പിച്ചതല്ല. ഇന്ന് 10 കിലോ അരി കൊടുക്കണ കോലം കണ്ട് കണ്ടാൽ റബ്ബേ ക്യാമറക്കാരനെ മുഖത്തേക്കാ നോക്കണ, കൊടുക്കണോൻ്റെ അടുത്തേക്കല്ല. ഒരു 10 കിലോ കൊടുക്കണ എങ്ങനെ ചിരിച്ചിട്ടാ? ഇന്ന് എങ്ങോട്ടല്ലേ കൊടുക്കണ്ടേ? കാരണം ആള് മാറി വാങ്ങിപ്പോ എന്താ ചെയ്യുക? അത് ബുദ്ധിമുട്ട്. അങ്ങോട്ടും അങ്ങോട്ടും നോക്കണേ എങ്ങോട്ടാ? പാതിരാവിന്റെ ഉള്ളറയിൽ ജനങ്ങൾ ഉറങ്ങുമ്പോൾ വെളുവെളുത്ത ശരീരത്തിൽ 2 തോളത്തും ജനങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ
പാക്കറ്റുകൾ ചൂടോടെ ഉണ്ടാക്കി അതോടുകൂടി ആ ലഗേജ് താങ്ങിയിട്ട് വെളുവെളുത്ത ശരീരത്തിൽ ഉരുകിയിട്ട് പാടുമൊരുമാറ് പാതിരാവിൽ ഉമ്മത്തിന് വേണ്ടി സേവനം ചെയ്ത അലി സൈനുൽ ആബിദീൻ. ഇതാണ് തങ്ങന്മാര്. അവർ ജനങ്ങളെ ശരീരം ഭരിക്കും, ജനങ്ങളുടെ കൽബും ഭരിക്കും. അങ്ങനെയാണ്. പിന്നെ അവരെന്താ അറിയോ, ഇലക്ഷനിൽ വോട്ട് ചെയ്യേണ്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു, അതാണ് അവരുടെ വിജയം. സയ്യിദ് കുത്തുബ് തങ്ങൾ യഥാർത്ഥ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. നിങ്ങളെല്ലാവരും കണ്ണ് തുറച്ച് നോക്കണ്ടല്ലോ. ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ എണീച്ച് പോയാൽ മതി, അല്ലെങ്കിൽ അപകടം വരും. അതുകൊണ്ടാണ് ഇലക്ഷൻ വരാൻ പോവാണ്. നമുക്ക് 2 സ്ഥാനാർത്ഥികളാണുള്ളത്. നമ്മുടെ ശരീരമാണ് രാഷ്ട്രം. ഒരു സ്ഥാനാർത്ഥി മലക്കാണ്, മറ്റൊരു സ്ഥാനാർത്ഥി ഇബ്ലീസാണ്. അലാ ലികുല്ലി ബിനി ആദമ ഫീ ഖൽബിഹി ബൈത്താൻ ഫീ അഹദിഹിമാ മലക്കുൻ വഫിൽ ആഖിരി ശൈത്താൻ. ഒരു സ്ഥാനാർത്ഥി ശൈത്താനാണ്, മറ്റൊരു സ്ഥാനാർത്ഥി മലക്കാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മലക്കാകുന്ന സ്ഥാനാർത്ഥിയെ ശരീരമാകുന്ന രാഷ്ട്രം ഭരിക്കണം. മലക്കാകുന്ന സ്ഥാനാർത്ഥിയെ ശരീരമാകുന്ന രാഷ്ട്രം ഭരിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കണം, അല്ലേ? ശരീരമാകുന്ന രാഷ്ട്രം മലക്കാകുന്ന സ്ഥാനാർത്ഥി ഭരിക്കട്ടെ. അതിന് പള്ളിയിൽ പോയിട്ട് തൗഹീദിൻ്റെ ചിഹ്നത്തിൽ സുജൂദിൻ്റെ വോട്ട് ചെയ്യണം. വോട്ടെണ്ണൽ കേന്ദ്രം മഹ്ശറയാണ്. അവിടെ വോട്ട് ഇങ്ങനെ എണ്ണും. അപ്പോൾ വോട്ട് എണ്ണീറ്റ് അനുകൂലമായിട്ട് വിജയം വരുമ്പോൾ മുഖം പ്രസന്നമാകും. അൽഹംദുലില്ലാഹ്. وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. ചില ആളുകളുടെ മുഖം പ്രസന്നമാവുകയാണ്. കാരണം പള്ളിയിൽ പോയി സുജൂദ് കൊണ്ട് വോട്ട് ചെയ്യുകയായിരുന്നു. പള്ളി അവർക്ക് പോളിംഗ് ബൂത്താണ്. നമ്മൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് രോഗികളെയും പടുവൃദ്ധന്മാരെയും കസേരയിലിരുത്തി താങ്ങിക്കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ? ഞാനത് വിമർശിക്കുകയല്ല, പക്ഷെ ഞാനത് പറയുകയുമല്ല. കാരണം എൻ്റെ ഫീൽഡ് അതല്ല. എന്നാൽ മഹാന്മാരായ ആരിഫീങ്ങൾ വരാത്തവരെ തോളിൽ കൈയിട്ടുകൊണ്ട് ആധ്യാത്മിക പോളിംഗ് ബൂത്താകുന്ന പള്ളിയിലേക്ക് സുജൂദിന്റെ വോട്ട് ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. എന്തിനു വേണ്ടി? വോട്ടെണ്ണൽ കേന്ദ്രമായ മഹ്ശർ വൻസഭയില് വോട്ടെന്ന് അനുകൂലമായി ജയിച്ചു കിട്ടാൻ. എന്തുകൊണ്ടാണ് ഡൽഹി ഇപ്പോൾ സമരമുഖമായി മാറിയത്? കൃഷി ഉൽപ്പന്നങ്ങൾക്ക് വിഘാതമാകുമാറ് വിധത്തിലുള്ള നിയമങ്ങൾ അതാ പാർലമെന്റിൽ മുഴങ്ങിയപ്പോഴാണ്. എന്നാൽ ഈ ദുനിയാവ് തന്നെ വിശ്വാസിക്ക് കൃഷിയിടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വലാത്ത് ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കർഷകനാണ് വിശ്വാസി. ഏതാണ് ധാന്യമെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ബക്കറ്റ് ഇങ്ങനെ വരുന്നുണ്ട്, നല്ല ചെലവ് ഇവിടെ ഉണ്ട് എന്ന് അറിയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് ഉസ്താദന്മാരിവിടെ മാസാന്തം ശമ്പളം പറ്റി കഴിയുന്നുണ്ട്. അവർക്ക് പകുതി ശമ്പളമാണ് കൊടുക്കുന്നെങ്കിലും പകുതി കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോഴാണെങ്കിലോ കുറേ കാലത്തിനിടയ്ക്ക് ബക്കറ്റ് ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടു കിട്ടുകയാണ് നമുക്ക്. അപ്പോൾ ആ ബക്കറ്റിനെങ്കിലും നമ്മൾ ബഹുമാനിക്കണം. കാരണം എപ്പോഴെങ്കിലും കണ്ടിട്ടൊരു സാധനമായിട്ടുണ്ട് ബക്കറ്റ്. നല്ല രീതിയിൽ നിങ്ങൾ കൊടുക്കണം. തങ്ങന്മാരെ പേരിലാണ്. അള്ളാഹു താല നമുക്കൊക്കെ ഹൈറായ സമ്പത്ത് പകരം നൽകട്ടെ. അള്ളാഹു താല നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കട്ടെ. ആഖിറത്തിൽ അള്ളാഹു നരകത്തിൻ്റെ തീച്ചൂളയിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുന്ന ഗുണവാന്മാരുടെ കൂട്ടത്തിൽ നമുക്കൊക്കെ ഇടം നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇവരൊക്കെ പ്രത്യേകത അതാണ്. യഥാർത്ഥ കൃഷിയിടമാണ് ഈ ദുനിയാവ്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. അവിടെ കർഷകൻ വിശ്വാസിയാണ്. ധാന്യമായിട്ട് ഇറക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 12 വിത്താണ്. അത് മുളപ്പിക്കേണ്ടത് വിശ്വാസിയുടെ ഹൃദയമാകുന്ന ഭൂമിയിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് യുംബിതുൽ ഈമാന ഫിൽ ഖൽബി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കൽബിൽ ഈമാനെ മുളപ്പിക്കുന്ന വിത്താണ് എന്ന് മുഹമ്മദ് മുസ്തഫ.
അല്ലെങ്കിൽ ഹുബ് എന്ന് പറഞ്ഞാൽ അതിന് ഫതഹാക്കിയാൽ ഹബ്ബ് എന്ന് വായിക്കുക. ഹബ്ബ് വിത്താണ്, അത് മുളക്കേണ്ടത് വിശ്വാസിയുടെ കൽബിലാണ്. അവിടുന്ന് ഇങ്ങനെ പൊടിച്ച് മുളച്ചിങ്ങനെ വന്നാൽ പിന്നെ മരണമില്ല. സയ്യിദ് ഖുത്ബ് തങ്ങൾക്കൊന്നും മരണമില്ല. മരണം എന്ന് നമ്മൾ പറയുന്നത് സ്ഥലം മാറി എന്നുള്ള അർത്ഥത്തിലാണ്. അബൂയിൽ ബിസ്സാമി റളിയല്ലാഹു അൻഹു അള്ളാഹിനോട് തോരുന്നു, പടച്ചോനെ മാരിഫത്തിൻ്റെ മധുരം അറിയാതെ എന്നെ മരിപ്പിക്കരുത് എന്ന്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, മാരിഫിൻ്റെ മധുരം അറിഞ്ഞാൽ പിന്നെ മരിക്കുവോ? മാരിഫത്തിൻ്റെ മധുരം അറിഞ്ഞാൽ മരിക്കൂലല്ലോ, പിന്നെ സ്ഥലം മാറിയല്ലേ. ഈ പാകിസ്ഥാനികളൊക്കെ വലിയ വലിയ ആളുകൾ മരിച്ചാൽ ഇന്ത്യക്കാൽ ഹോകയെന്നാ പറയാ. നമ്മളും അങ്ങനെ തന്നെയല്ലേ പറയാ അല്ലേ? ഇഹലോക വാസം വെടിഞ്ഞു എന്നാ പറയാ. വാസം വെടിയാണ്, ജീവിതം വെടിയല്ല. പിന്നെ ചിലർ ആത്മഹത്യ എന്ന് പറയുന്നത് എനിക്കതിൻ്റെ മാന്യം മനസ്സിലാണില്ല. ആത്മാവിന് ഹത്യയില്ല, ശരീരത്തിനുള്ളൂ. ആത്മാവ് നശിക്കൂല. എന്താണ് ഈ ആത്മഹത്യ എന്നുള്ളതിന് അർത്ഥം മനസ്സിലാണില്ല. വ്യാപകമാണ് ആ പ്രയോഗം. എങ്ങനെയെങ്കിലും അർത്ഥം വെച്ചിട്ട് ഒപ്പിക്കാൻ കഴിയുമല്ലേ എന്നുള്ളതല്ല. അങ്ങനെ അർത്ഥം വെച്ചവരെ കൊണ്ടുപോയിട്ട് ജയിലിൽ അടക്കണോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ആത്മാവിന് നാശമില്ല. ആത്മാവെങ്ങനെ നശിക്കുക? അത് കാഫറിൻ്റെതും ഫാസിക്കിൻ്റെതും മുമ്പിൻ്റെതും നശിക്കൂല. ശരീരം നശിക്കുള്ളൂ. ശരീരം ആൺകുട്ടികളത് നശിക്കില്ല. കാരണം ശരീരം മണ്ണുകൊണ്ടുണ്ടായതാണ്. മണ്ണുകൊണ്ടുണ്ടായ മണ്ണ് കൊണ്ടുവച്ചാൽ പരമാവധി മണ്ണാവും. പക്ഷെ മണ്ണാവാത്തുണ്ട്. കാരണം ഈ ഹുറുഡീസ് എന്നുണ്ടെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയാൽ മണ്ണാവോ? ഓടോ ഹുറുഡീസൊക്കെ മണ്ണുകൊണ്ടുണ്ടാക്കിയാൽ ആ മണ്ണ് കൊണ്ടുപോയിട്ടിട്ട് 1000 കൊല്ലം കഴിഞ്ഞ് നോക്കിയാൽ അങ്ങനെ ഉണ്ടാവും, മണ്ണാവില്ല. കാരണം എന്താ? അത് മണ്ണ് എടുത്തിട്ട് ഫിൽറ്റർ ചെയ്ത് ശരിയാക്കിയതാ, ഇനി മണ്ണാവില്ല. ഇതുപോലെ ശരീരം മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ തന്നെയാണ്. അത് പരമാവധി പലർതും മണ്ണാകും. മണ്ണായി എന്ന് കരുതിയിട്ട് ഈമാൻ ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. മണ്ണാവാതെ കിടന്നുകൊണ്ട് ഈമാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഫിറോ ഇപ്പോഴും ഉണ്ട്, ഔലിയാക്കളിൽ കൊത്തുപോകുന്നല്ല. എന്നാലും ചില ആളുകൾക്ക് മണ്ണ് കിടന്നാൽ അള്ളാഹിൻ്റെ ഹിഫ്ള് ഉണ്ടാകുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് ശോതാക്കളും മാരിഫ്യങ്ങളൊക്കെ ഹാഫിളീങ്ങളൊക്കെ. കാരണം എന്തുകൊണ്ട്? അവർ ഖുർആൻ കൊണ്ടും ദിക്ർ കൊണ്ടും ഫിൽറ്റർ ചെയ്തു. ഇനി അള്ളാഹു തആല മണ്ണിൽ പുഴുക്കൾക്ക് ഭക്ഷണമാക്കാൻ സമ്മതിക്കൂല. പുഴുക്കൾ ഇങ്ങനെ വരുമല്ലോ. സുബ്ഹാനല്ലാഹ്. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവർക്ക് നീ ചെല്ലുന്നതിൽ. പൊന്നർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദര, എന്നാൽ കടക്കും നീ സുറൂറായി മറുകര. ഇത് എപ്പോഴും ആവാ. ഞാൻ ഇന്ന് ഒരു സൗദിയിൽ നടന്നൊരു സംഭവം കണ്ടു. ഹമീദ് എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരെ. എന്നാ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കുട്ടി കാണിച്ചെന്നാണ്. ഒരു ഹോട്ടലിലേക്ക് കയറുന്നു, ചായ കുടിക്കുന്നു, ഒരു മുറുക്ക് കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെക്കുന്നു, രണ്ടാമത്തെ മുറുക്ക് കുടിച്ചിട്ടും ഗ്ലാസ് അവിടെ വെക്കുന്നു, മൂന്നാമത്തെ മുറുക്ക് കുടിച്ചിട്ട് അദ്ദേഹം മുഖം കുത്തി വീണ് ആ സ്പോട്ടിലാണ് മരിച്ചു. കണ്ടാൽ ഒരു കുഴപ്പമില്ല, നല്ല തടിമാടനായ ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ. എത്ര പെട്ടെന്നാണ് ലോകം മാറുന്നറിയോ. എനിക്ക് ഇവിടുന്ന് പൊന്നാനിക്ക് എത്താൻ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പിടിക്കും. നിങ്ങൾക്കൊക്കെ വീട്ടിലെത്താൻ 10 മിനിറ്റ്. പക്ഷെ നമുക്ക് ആഖിറത്തിൽ ഒറ്റ സെക്കൻഡ് വേണ്ട. ആഖിറത്തിലെത്താൻ ഒരൊറ്റ സെക്കൻഡ് വേണ്ട. അത് മേപ്പെട്ട് വലിച്ച് കീപ്പെട്ട് കിട്ടായിരുന്നാൽ സംഗതി ശരിയായി. ഇനി ആ പേരൊന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് 10 ഏക്കറാണെങ്കിൽ അത് മൊത്തം വിറ്റാലും മാറ്റാൻ പറ്റൂല. അത് മുഖ്യമന്ത്രി ആണെങ്കിലും പിന്നെ മയ്യത്താണ്, പ്രധാനമന്ത്രി ആണെങ്കിലും മയ്യത്താണ്, നാട്ടിൽ കുപ്പി പെറുക്കുന്നവനും മയ്യത്താണ്. എല്ലാവർക്കും പേരൊന്ന്, എല്ലാവരും പോകുന്ന വണ്ടി ഒന്ന്. ഇന്ന് നമ്മളൊക്കെ വണ്ടി വ്യത്യാസമുണ്ട്. ചിലർ വന്ന് സൈക്കിൾമേ, ചിലരൊന്ന് ഓട്ടോയിൽ, ചിലരൊന്ന് കാറിൽ. ആ കാറിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ യഥാർത്ഥ ലോകത്ത് പോകുമ്പോൾ എല്ലാവരും മഹലിലെ പള്ളിയിലും ഒറ്റ മയ്യത്ത് കട്ടിലുള്ളൂ. എവിടെയെങ്കിലും ഉണ്ടോ ഇത് ഇന്ന കുടുംബത്തിനുള്ള കട്ടിൽ, ഇത് ഇന്ന കുടുംബത്തിനുള്ള കട്ടിൽ, ഇത് നമ്മൾ അദ്രാമാനജിക്കുള്ള കട്ടിൽ? അങ്ങനെ ഉണ്ടോ? ഇല്ല. എല്ലാവരും ഒരേ കട്ടിലാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാൻ കേട്ടിട്ടുണ്ട് മഹാനായ കണ്ണീത്ത് ഉസ്താദ് പതിവായി പലതവണ ചൊല്ലിയിരുന്നൊരു സ്വലാത്ത്. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ചോദിച്ചപ്പോൾ കണ്ണീത്ത് ഉസ്താദ് പറഞ്ഞത്രേ, ഈ സ്വലാത്ത് പതിവാക്കുന്നവന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ സാന്നിധ്യം ഉണ്ടാകുമേ. ഇത് ഞാൻ കിതാബിൽ കണ്ടതല്ല. ഇങ്ങനെയുള്ളത് എനിക്ക് കിതാബിൽ കാണേണ്ട കാര്യവുമില്ല. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം. ഇത് വാദപ്രതിവാദത്തിനുള്ള വെല്ലുവിളിയല്ല. ഇത് വിശ്വാസികൾക്കുള്ള ആശ്വാസത്തിന്റെ വൃത്താന്തമാണ്. അതവരുടെ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അറിയാം എങ്ങനെയായിരുന്നു ആ ജനാസയുടെ അവസ്ഥ. അഹ്മദ് ബിൻ ഹംബലിനെ ഓർമ്മിപ്പിക്കുന്ന ജനാസയല്ലായിരുന്നു.
അഹ്മദ് ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഖബറിലേക്ക് കൊണ്ടുപോയത് 8 ലക്ഷത്തോളം ആലിമീങ്ങൾ പങ്കെടുത്ത മഹാജനാവലിയാണ്. ഈ മയ്യത്ത് ഖബറിലേക്ക് നീക്കുന്നത് കണ്ടപ്പോൾ ആ നാട്ടിലുള്ള 20,000 ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങളായി എന്ന് ചരിത്രത്തിൽ കാണാം. പ്രസംഗം കേട്ടിട്ടല്ല, ഒരാളെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കാണുമ്പോൾ കാണുന്നവരൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്തുകൊണ്ട്? അതാണ് ഔലിയാക്കൾ. അല്ലദീന ഇദാ റുഊ ദുക്റല്ലാഹ്. കേവലം 4-5 മോതിരട്ടിട്ട് കോപ്പിരാട്ടത്തിനും കാണിക്കുന്നവർ മാത്രമല്ല. ഇന്നിപ്പോൾ ഔലിയാനും ഒന്ന് ഏർവാടി പോയി എന്നാൽ മതി, റെഡിയാണ്. കാരണം അവിടുന്ന് ഇങ്ങനെ വിലായത്ത് കോരി കൊടുക്കുകയാണ്, കൊട്ടയിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഏർവാടി പോകുന്നതിനൊന്നും ഞാൻ എതിരല്ല, പക്ഷെ പോകുമ്പോലെ പോകണം, വരുമ്പോലെ വരും വേണം. അല്ലാതെ അവിടുന്ന് ശൈത്താൻ കയറി വരരുത്. അതാണ് അവിടെ കുറേ ശൈത്താന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്. കാരണം അബൂജഹൽ മക്കത്തുണ്ടായിക്കണം, അവിടെ തന്നെ മുഹമ്മദ് മുസ്തഫി വന്ന്. അപ്പോൾ ഇനി എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവും. ഏർവാടിയിൽ ശൈത്താന്മാരില്ല എന്നും പറയാൻ പറ്റില്ല. മക്കത്ത് അബൂജഹൽ ഉണ്ടെങ്കിൽ ഏർവാടിയിൽ ശൈത്താന്മാരുണ്ടാവും. രാത്രിയും പകലുള്ളതല്ല ദുനിയാവ്. അപ്പോൾ ഒരേ സ്ഥലത്ത് രാത്രി ഉണ്ടാവും, ഒരേ സ്ഥലത്ത് പകലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഉണ്ടാവുന്നല്ല, ഒരേ സ്ഥലത്ത് ഉണ്ടാവുന്നു. ഒരേ സമയം ഉണ്ടാവും എന്നുള്ള അല്പം അക്കലിയാ മഹാലായിരിക്കും. ഒരേ സമയമല്ല, ഒരേ സ്ഥലത്തുണ്ടാവും. അതുപോലെ ആ രാത്രിയും പകലും എന്നുള്ള അതാണ്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത് മിനൽ ഹയ്യ്. അതിൻ്റെ തഫ്സീറിൽ കാണാം, ആ മയ്യിത്ത് ഹയ്യ് എന്ന് പറഞ്ഞാൽ കാഫർ മുസ്ലിം എന്നാണ് ഒരു അർത്ഥമെന്ന്. അപ്പോൾ ഒരു മുസ്ലിമായ വാപ്പയിൽ നിന്ന് കാഫറായ മോൻ ഉണ്ടാവാം, കാഫറായ വാപ്പയിൽ നിന്ന് മുസ്ലിമായ മോനുണ്ടാവാം. അതെല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ വിലായത്തോണ്ടൊക്കെ ഇന്ന് തട്ടിക്കളിയാണ്. കുഞ്ഞമ്മത്തി എറിഞ്ഞ് കളിക്കുന്ന ആരെയാണ് വിലായത്തോണ്ട് കളിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതന്നെ തങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരാം. എല്ലാവരും ടോപ്പ് മക്കാമാണ് അതിനാ എടുക്കുന്നത്. കുത്തുബ് അത് ടോപ്പ് മക്കാമാ, അത് താഴെ തട്ടുന്ന വാരിയാണ്. 5ാം ക്ലാസ് പഠിപ്പിക്കുന്ന ആളായിരിക്കും. അജ്മീർക്ക് അന്നാണ്ട് പോയിട്ടുണ്ടാവും. അവിടെ 5 ദിവസം മണ്ണിൽ ചുരുണ്ട് കിടന്നിട്ടുണ്ടാവും. എന്നിട്ട് കണ്ട് പോരാണ് ഹാജാതങ്ങൾ വെച്ചെന്ന കിരീടാന്നും പറഞ്ഞുകൊണ്ട് കിരീടം കിട്ടിയിട്ടുണ്ടാകും. കാരണം അവിടെ ഹാജ മാത്രമല്ല കിരീടം വെക്കാനുള്ളത്, ശൈത്താനുണ്ട്. ഇത് മനസ്സിലാവാതെ അപകടം വരും. അതാണ് ഷെയ്ഖ് ജിലാനി വഫാത്തായ മാസല്ലത്. അവരിങ്ങനെ ദിക്റിലും ഫിക്റിലായി മരുഭൂമിയിലൂടെ ത്യാഗനിർഭരമായി നടക്കുന്ന സമയത്ത്, പ്രപഞ്ചത്യാഗിയായി മുത്തഫക്കിറായി മുത്തവക്കിലായി നടക്കുന്ന സമയത്ത് കഠിനമായ ദാഹം. അപ്പോഴുണ്ട് സ്വർണത്തിൻ്റെ പാത്രം പിടിച്ചിട്ട് തലയെക്കെട്ട് കെട്ടിയിട്ട് കയ്യിൽ തസ്ബീഹിൻ്റെ മാല ഏന്തിയിട്ട് ദിക്റ് ജപിച്ചിട്ട് ഒരാളിങ്ങനെ വരുന്നു. യാ ഷെയ്ഖ് പിടിച്ച് കുടിച്ചോ എന്ന് പറഞ്ഞു. കാരണം എന്താ? നല്ല ദാഹിക്കുന്ന സമയത്ത് സ്വർണത്തിൻ്റെ പാത്രത്തിൽ നല്ല വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ദാഹിക്കുന്ന സമയത്ത് നല്ല പച്ചവെള്ളം കിട്ടിയാൽ തന്നാനോടുള്ള സ്നേഹം എത്ര ആയിരിക്കും നമുക്ക്? ജ്യൂസിൻ്റെ പൈസ ഒന്നല്ല കൊടുക്കണവർ കേട്ടോ, അല്ലേ? നല്ല സന്തോഷമായിരിക്കും. നല്ല ദാഹം, ആരുമില്ലാത്ത സ്ഥലം, സ്വർണത്തിൻ്റെ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളാണ് എന്താ കരുതുക? മജ്ലിസുന്നൂറിൻ്റെ ബർക്കത്ത് തന്നെയാണ്. കാരണം ഏതാപ്പം ആ സ്ഥലം? ഇല്ല, നമ്മൾ വേഗം വിധി എഴുതും, ഇത് മജ്ലിസുന്നൂറിൻ്റെ ബർക്കത്ത് തന്നെയാണ്. കാരണം മജ്ലിസുന്നൂർ സാസം നീച്ചു പോയാൽ അല്ലെങ്കിൽ അദ്ദാദിൻ്റെ ഗുണം തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ കറാമത്ത് തന്നെയാണ്. ഇനി ഒന്നും സംശയിക്കില്ല. കൊണ്ടുവന്നോനെ കെട്ടിപ്പിടിക്കലും മൂപ്പരെന്ന് വല്ല എന്തെങ്കിലും വാങ്ങാണ്ടി വാങ്ങലും ഇനി എന്തെങ്കിലും അതൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വലിയ ആളായിട്ട് അങ്ങനെ എത്ര ആൾക്കാർ പഴച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ ഷെയ്ഖ് ജിലാനി വിലായത്തിൻ്റെ മർത്തബയ്ക്കെത്തിയത് കോമാളിത്തരം കൊണ്ടല്ല, ഇൽമുണ്ടും അമലുകൊണ്ടുമാണ്. ഇൽമും അമലും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. 4 മദ്ഹബും അതിൻ്റെ മേലെയും. നീ വലിയ മദ്ഹബ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്രോഡീകരിക്കപ്പെടാത്ത കുറേ ഉണ്ടല്ലോ, അതൊക്കെ കൈവശമുള്ള ആളാണ്. അവർ ആ ഇൽമിൻ്റെ പവർ വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കി. അപ്പം സ്വർണത്തിൻ്റെ പാത്രത്തിലാണ് കൊണ്ടുവന്നിക്കണം. സ്വർണത്തിൻ്റെ പാത്രത്തിൽ വെള്ളം കുടിക്കേ. അപ്പോൾ വന്ന ആൾ പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് അഹല്ലല്ലാഹു ലക മാ ഹറമ അലാ ഗൈരിക്. നിങ്ങളല്ലാത്ത പലർക്കും ഹറാമാക്കിയതൊക്കെ അള്ളാഹു തആല നിങ്ങളെ ബഹുമാനിച്ചിട്ട് ഹലാലാക്കി തന്നിടുകാറില്ലേ. നമ്മളാണെങ്കിൽ അത് ആയത്താന്ന് മനസ്സിലാക്കും. അള്ളാഹ് ഇറക്കാൻ മറന്നതാണ്, ഇപ്പോൾ കൊണ്ടുവന്നാന്ന് വിചാരിക്കും, അല്ലേ? ഷെയ്ഖ് ജിലാനി ഉടനെ പറഞ്ഞു, മറ്റുള്ളവർക്ക് ഹറാമാക്കിയത് എനിക്ക് ഹലാലാക്കേ. എൻ്റെ വല്ലിപ്പയായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണത്തിൻ്റെ പാത്രം ഉപയോഗിച്ചിട്ടില്ലല്ലോ, അപ്പം അവരുപയോഗിക്കാത്ത ഞാൻ ഉപയോഗിക്കേ. തിരുത്തി. ഈ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് ആള് ശപിക്കപ്പെട്ട ഇബ്ലീസാന്ന് മനസ്സിലായി, വിരട്ടി വിട്ടു. അതൊരു ഇൽമില്ലാത്ത ആളാണെങ്കിൽ മൂപ്പര് കുത്തുബുൽ അക്താബ് അവൻ ഒരൊറ്റ അനുഭവം മതിയാവും. ചോടടക്കിന് പുസ്തകം ഇറങ്ങിയിട്ടുണ്ടാവും. എത്ര അങ്ങനെ ലോകത്ത് സംഭവിച്ചു. ലുക്മാൻ ഹക്കീം തങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ ഇബ്ലീസ്? നല്ല ദാഹിക്കണ സമയം. അപ്പോൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു.
ആ കുപ്പി പിടിച്ചു. നോക്കുമ്പോൾ അതിന് നുര ഇങ്ങനെ പൊന്തുന്നുണ്ട്, നുര പൊന്തുകയാണ്. അപ്പോൾ ലുക്മാനക്ക് നിങ്ങൾ നുര പൊന്തുന്ന വെള്ളം എന്താണ്? അപ്പോൾ ചോദിച്ചു ഇതെന്താ നല്ല വെള്ളമാണെങ്കിൽ നുര എന്തോ ഇതിൽ ലഹരിൻ്റെ അംശം ഉണ്ടോയെന്ന് വെച്ചു. ആ കുറച്ചുണ്ട് എന്ന് പറഞ്ഞു. ലഹരിയാണ് എനിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വന്നാൾ എന്താ പറഞ്ഞാരോ, അത് സ്വർഗത്തിൽ ലഹരിയാണെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ ലഹരിയാണെന്ന്. ഈമാന് ഇൽമില്ലെങ്കിൽ അതാണ്. ഇൽമും അമലില്ലാത്ത ആളുകൾ വിലായത്തിന് വേണ്ടി ഒഴിഞ്ഞു പോയിരുന്നാൽ ഖൽബത്തിൽ കാഫറായി പോകുന്ന ചിലർ രേഖപ്പെടുത്താൻ കാരണം അതാണ്. കാരണം ഈ വന്നത് ഏതാ സൈസ് എന്ന് വിലയിരുത്താൻ പിന്നെ അറിയില്ല. ഈ വരുന്നതൊക്കെ കറാമത്തായി കൂട്ടും, അതിന് ജാനിബ് മനസ്സിലാവില്ല. ഇൽമില്ലെങ്കിൽ കാഫറായി പോകും. അപ്പോൾ ഇൽമില്ലാത്തവരെന്ത് ചെയ്യേണ്ടി? ഇൽമുള്ള ആൾക്കാരുടെ ബാക്കിൽ ഇങ്ങനെ തണലിക്കുക. അതാണ് എൻ്റെ പ്രിയ സുഹൃത്ത് നൗഷാദ് ചട്ടിപ്പടി പറഞ്ഞത്. നമുക്ക് അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യം കേരളക്കാർക്ക് പ്രത്യേകിച്ചില്ല. കാരണം നമ്മളെ അള്ളാഹു തആല അത്ര അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ സംശയമാവില്ല, അത്ര സുശക്തമായ പ്രമാണം, ചലിക്കുന്ന പ്രമാണം. അതാണ് മുത്തഹരിക്കും നാത്തിക്കുമായ കിതാബ്. 2 കിതാബുണ്ട് ലോകത്ത്. ചലിക്കുന്ന സംസാരിക്കുന്ന കിതാബ്, ചലിക്കാത്ത സംസാരിക്കാത്ത കിതാബ്. ചലിക്കാത്ത സംസാരിക്കാത്ത കിതാബ് ലൈബ്രറിയിൽ കുറേ ഉണ്ട്, അത് കുറച്ച് മതി. ജനങ്ങൾക്ക് ആവശ്യം ചലിക്കുന്ന സംസാരിക്കുന്ന കിതാബാണ്. മുത്തഹരിക്കും നാത്തിക്കുമായ കിതാബ്. ചലിക്കാത്ത സംസാരിക്കാത്ത കിതാബ് അത് ലോകത്ത് 4 ഉണ്ടായിട്ടുള്ളൂ. സബൂർ, ഫുർഖാൻ, ഇഞ്ചീൽ, ഖുർആൻ 4. പക്ഷേ ചലിക്കുന്ന സംസാരിക്കുന്ന കിതാബ് 1,24,000 ഉണ്ടായിട്ടുണ്ട്. എന്തേ കാരണം? ജനങ്ങൾക്ക് ആവശ്യം ചലിക്കാത്ത കിതാബല്ല. അങ്ങനെയാണെങ്കിൽ 1,24,000 ഗ്രന്ഥങ്ങൾ അല്ലാഹു തആലക്ക് ഇറക്കിക്കൂടെ? എന്താ ഇറക്കാൻ? 4 ഒതുക്കി, കാരണം അത് മതി. ഇന്നെന്താ പാട്? ഇന്ന് ചലിക്കാത്ത സംസാരിക്കാത്ത കിതാബാണ് കൂടി, ചലിക്കുന്ന സംസാരിക്കുന്ന കിതാബാണ് കുറഞ്ഞു. അതാണ് സമൂഹം ഇങ്ങനെ ആവാൻ കാരണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സമൂഹത്തിന് വേണ്ടത് ചലിക്കുന്ന കിതാബാണ്. സയ്യിദ് ഖുത്ബ് തങ്ങൾ ചലിക്കുന്ന കിതാബാണ്, സംസാരിക്കുന്ന കിതാബാണ്. ഷെയ്ഖ് ജിലാനി ചലിക്കുന്ന കിതാബാണ്, സംസാരിക്കുന്ന കിതാബാണ്. കണ്ണീത്ത് ഉസ്താദ് ചലിക്കുന്ന കിതാബാണ്, സംസാരിക്കുന്ന കിതാബാണ്. ശംസുൽ ഉലമ ചലിക്കുന്ന കിതാബാണ്, സംസാരിക്കുന്ന കിതാബാണ്. മഹാനായ കോട്ടുമല ഉസ്താദ് കോട്ടിട്ട മല പോലെ പ്രവർത്തിച്ച ചലിക്കുന്ന കിതാബാണ്, സംസാരിക്കുന്ന കിതാബാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ചലിക്കുന്ന ശരീഅത്താണ്, സംസാരിക്കുന്ന ശരീഅത്താണ്. അവരുടെയൊക്കെ ചിന്ത നമ്മുടെ ഒന്നും ചിന്ത പോലല്ല. ബഹുമാനപ്പെട്ട കാസിം കോയ തങ്ങൾ അത്തിപുരസ്താദിൻ്റെ അടുത്ത ആളാണ്, മുരീദാണ്, മുഖറബായ ശിഷ്യനാണ്. അവരുടെ കല്യാണം തീരുമാനിച്ചു. അത്തിപുരസ്താദിനോട് പറയാൻ വേണ്ടി വന്നു, സുഖമില്ലാത്ത സമയമാണ്. അത്തിപുരസ്താദ് ചോദിച്ചു, കല്യാണം എവിടെ വെച്ചിട്ട് നടത്തണേ? അത് മണ്ഡപത്തിൽ വെച്ചിട്ട് വേണ്ട, വീട്ടിൽ വെച്ചിട്ടായിക്കോട്ടെ. അപ്പോൾ സാധാരണ എല്ലാവരും പറയുന്നൊരു പറ്റുമെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ മണ്ഡപത്തിൽ വെച്ച്, ഇനി മണ്ഡപത്തിന് ആളുകളുണ്ടെങ്കിൽ എന്നെ തുറച്ച് നോക്കണ്ട, അതാരും ബുക്ക് ചെയ്ത് മുടക്കും വേണ്ട, ഒക്കെ തകൃതി നടക്കും പോലെ നടന്നോട്ടെ. ഞാൻ അതല്ല പറയുന്നത്. മണ്ഡപത്തിൽ വെച്ചിട്ട് കല്യാണം നടത്തൽ കറാത്തും അല്ല, ഒന്നുമല്ല, ഒക്കെ ജായിസാണ്. പക്ഷെ അത്തിപുരസ്താദിന് പറയാമല്ലോ, തൻ്റെ ശിഷ്യനോട് അധികാരം ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ വെച്ച് നടത്തിക്കോളി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞതാണ് വലിയ അത്ഭുതം. എന്താ അറിയോ? അപ്പോൾ തങ്ങൾ എന്നാ പിന്നെ ആയിക്കോട്ടെ. അപ്പം അത്തിപുരസ്താദിനോ അന്നേ ക്ഷണിക്കപ്പെടാത്ത എത്ര അതിഥികൾ നിങ്ങളെ കല്യാണത്തിന് വരും നിങ്ങൾക്ക് അറിയോ? ക്ഷണിക്കപ്പെടാത്ത അതിഥികളോ? നിങ്ങളിപ്പോൾ കല്യാണത്തിന് കത്തിറക്കിയിട്ട് ഒരുപാട് ആളുകൾക്ക് കത്ത് കൈമാറിയിട്ട് നിങ്ങളെ ഫംഗ്ഷന് ക്ഷണിക്കുന്നുണ്ടല്ലോ, എന്നിട്ടല്ലേ അവർ വരിക. നിങ്ങളെ ക്ഷണം കിട്ടാതെ വരുന്ന ഒരുപാട് അതിഥികളുണ്ട്, ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോഴും തങ്ങൾക്ക് ഇത് പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ അത്തിപുരസ്താദ് പറഞ്ഞു, തങ്ങളെ വീട്ടിൽ കല്യാണം നടന്നാലേ രാവിലെ തന്നെ വരും കാക്കകൾ. ഒരു കാക്ക മറ്റേ കാക്കനോട് പറയും, കാസിം കോയ തങ്ങളെ വീട്ടിൽ കല്യാണമാണ്, കൊസും കൂട്ടാനുണ്ട്, നടന്നോട് എന്ന്. നേരം വെളുത്ത നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കല്യാണത്തിന് വിളമ്പി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാക്കകളൊക്കെ റെഡിയായിട്ട് വരും. കുറച്ച് കഴിഞ്ഞാൽ നായ്ക്കൾ വരും. ഒരു 2:30, 3, 3:30 മണിയാൽ കുറുക്കന്മാരും വരാൻ തുടങ്ങും. ഇവർക്കൊക്കെ നിങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് തങ്ങളെന്ന് വെച്ച്. സുബ്ഹാനല്ലാഹ്. ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും എങ്ങനെ ഇരിക്കണം? മക്കളെ കെട്ടിക്കുമ്പോൾ കുറുക്കനെ സൽക്കരിക്കാൻ. ഇപ്പം നമുക്കിന്ന് കുറുക്കന്മാർ ആവശ്യമില്ല, കാരണം പുതിയാപ്പിള പോകുമ്പോൾ ഒരുപാട് കുറുക്കന്മാരൊപ്പം ഉണ്ട്. ഞാൻ പറഞ്ഞ ഒറിജിനൽ കുറുക്കനെ കുറിച്ചാണ്. നാളെ ഒരു സ്ഥലത്തേക്ക് പുതിയാപ്പിളൻ്റെ മുഖംമൂടി ഇട്ടിട്ട ഒരു ചെറുപ്പക്കാരൻ കുറുക്കൻ്റെ മുഖംമൂടി ഇട്ടിട്ടാണ് പുതിയാപ്പിള ഇറങ്ങിയത്. ഒരു പുതിയാപ്പിള ഇറങ്ങിയത് കുറുക്കൻ്റെ മുഖംമൂടി ഇട്ടിട്ടാണ്. അതേ പറഞ്ഞത് നമുക്കിപ്പോൾ പുറത്തുനിന്ന് കുറുക്കൻ ക്ഷണിച്ച് വരുത്തേണ്ട ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയാൻ കാരണം. പക്ഷെ അത്തിപ്പറ്റ ഉസ്താദ് പറയാണ്, വൈകുന്നേരം ആകുമ്പോൾ കുറുക്കന്മാർ വരും കല്യാണത്തിന്. ഇവർക്കൊന്നും ലെറ്റർ കൊടുത്തിട്ട് ക്ഷണിച്ചതല്ലല്ലോ. അവരൊക്കെ ചിന്ത അങ്ങനെയാണ്. എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ അവരോട് എന്താ നിങ്ങൾ കേട്ടോളൂ. അത്തിപ്പറ്റ ഉസ്താദ് 2-3 ആളും കൂടി അല്ലൈൻ ഇങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് വരികയെന്ന് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഈ അറബി കുട്ടികൾ റിങ്ങിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പയ്യന് കുറച്ച് സമ്മർദ്ദം ചലിച്ച് റിങ്ങാണ്ട് ഇട്ട് കൊടുത്തപ്പോൾ അത് നേരെ വന്നിട്ട് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ശരീരത്തിൽ തട്ടിയിട്ട് ആ കന്തൂരയിൽ ചളിയായി. അറബി കുട്ടികൾക്ക് എന്താ, അവരിങ്ങനെ കളിക്കല്ലേ. ആ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ശരീരത്തിൽ തട്ടിയതുകൊണ്ടായിരിക്കും കൂട്ടുന്ന ഒരാൾ ആ കുട്ടിക്ക് നേരെ തിരിഞ്ഞിട്ട് ക്ഷോഭിച്ചു.
അപ്പം കുട്ടികളല്ലേ, ആ കുട്ടി അതിശക്തമായിട്ട് പ്രതികരിച്ചു. കുട്ടിക്ക് ആരാണ് ഉസ്താദ്, ആരാണ് കൂടെ ഉള്ളവരൊന്നും അറിയില്ല, അറബി കുട്ടികളല്ലേ. ആ കുട്ടി പറഞ്ഞു ഉഖ്റുജ് യാ കൽബ്, ഓടാ പട്ടിന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് മനുഷ്യൻ നിയന്ത്രണം വിടുമല്ലോ. ഏത് സംഘത്തേക്ക് നോക്കിയിട്ടാണ് ഈ പറയുന്നത്? അത്യപുരുസ്ത അടങ്ങിയ സംഘത്തേക്ക് നോക്കിയിട്ടാണ് കൽബ് എന്ന് വിളിച്ചത്. അപ്പോൾ ഷോക്കടിച്ച് ദേശീയമായി കൈ കയറ്റിയിട്ട് ആ കുട്ടിക്ക് നേരെ തിരിഞ്ഞു. കൂട്ടത്തുന്ന ഒരാൾ അതിപുരുസ്ത കുപ്പായം പിടിച്ചു. എവിടുക്കാന്ന് വെച്ചു, എവിടുക്കാ തിരിയണമെന്ന് വെച്ചു. അതൊരു ചെറിയ കുട്ടിയാണ്. അത് കൽബ് എന്ന് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിൻ്റെ അരികിൽ കൽബിൻ്റെ സ്വഭാവമുണ്ട്, അത് മാറ്റാൻ നോക്കുക. ഇതാണ് ഷെയ്ഖ്. എന്നെയും നിന്നെ നോക്കിയിട്ട് ആ പയ്യന് കൽബ് നായ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നീ നായ ആയിരിക്കും. അത് അള്ള വിളിപ്പിച്ചതാണ്, അതുകൊണ്ട് അങ്ങോട്ട് തിരിയണ്ട, സ്വന്തം നഫ്സിക്ക് തിരിയെന്ന് പറഞ്ഞു. ഇതാണ് ഷെയ്ഖ്. എന്നോടൊരാൾ ചോദിക്കുകയാണ് ആതിഫുർസാനെ ഏറ്റവും വലിയ കറാമത്ത് എന്താ വെച്ചാൽ, ഞാൻ പറയില്ല ഇതാണ്, ഇതിൻ്റെ മേലെ വേറെ കറാമത്തില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. ഇവിടെയാണ് നമ്മളും അവർ തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അപ്പോൾ നമ്മളെല്ലാവരും പറയുന്നുണ്ട്. ഇതിലിപ്പോൾ ആരാ എൻ്റെ റബ്ബ് അല്ല എന്ന് പറയാത്ത ആരാളുള്ളത്? പക്ഷെ ഖുർആൻ പിന്നെ പറഞ്ഞു സുമ്മ ഇട്ടിട്ട് സുമ്മ ഇസ്തഖാമു. അവിടെ നമ്മൾ പറഞ്ഞു ഹാദാ ഫിറാഖു ബൈനിയോ ബൈനിക്ക്. നമ്മളും ഔലിയാക്കളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം സുമ്മൻ്റെ ആശയുള്ളടത്താണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് പറച്ചിൽ വ്യത്യാസമൊക്കെ ഉണ്ട്. അവർ ഉള്ളുന്നാ പറയുന്നത്, നമ്മൾ ചുണ്ടുമെന്നാ പോകണത് വേറെ. അതല്ലോ ഈ ദ്വാക്കെന്ന് സ്വീകരിക്കാതിരിക്കാൻ കാരണം എന്താരോ, പോകേണ്ടവിടുന്ന് പോകണില്ല എന്നുള്ളതാണ്. ദ്വാ പോവേണ്ടത് അണ്ണാക്കെന്നല്ല, കൽബെന്നാണ്. ഇന്ന് ദ്വാ പോകണമെന്നൊക്കെ അണ്ണാക്കെന്നാണ്. ഇവിടുന്ന് കണ്ടാട് കയറുകയാണ്. അത് വ്യത്യസ്ത ശൈലികളാണ്. അതുകൊണ്ട് എത്തേണ്ട അടുത്ത് എത്തണില്ല. നേരെ മറിച്ച് കൽബെന്ന് പോയി നോക്കൂ, എത്തേണ്ട അടുത്ത് എത്തും. ഏതും അങ്ങനെയല്ലേ. പിന്നെന്താരോ, ഒന്നിനും സ്വാധീനമില്ല, ഒന്നുമില്ല. നമുക്ക് എഫക്റ്റ് വരാതിരിക്കാൻ കാരണം, ഞാൻ ഇപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു കുട്ടി ഒരു പൂച്ചനെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്, എൻ്റെ ചെറിയ മോൾക്ക് വേണ്ടിയിട്ട്. എന്നോട് പറയാതെ കൊണ്ടു കൊടുത്താൽ കാരണം അവിടെ തന്നെ 4-5 പൂച്ചകളുണ്ട്. പിന്നെ ഈ പൂച്ച അതിൻ്റെ ഉമ്മാൻ്റെ അരികിൽ വളരെയാണ്. അപ്പോൾ വേർതിരിക്കരുത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കുട്ടി കരഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പൂച്ചനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പൂച്ച മാന്തൂലേന്ന് വെച്ചു. മാന്തും പായസം കയറൂല ആയിരുന്നു. എന്തേന്ന് വെച്ചാൽ അതിന് ഇഞ്ചക്ഷൻ അടിച്ചിരുന്നതാണ്. ഇതന്നെ ഇപ്പോൾ നമ്മളൊക്കെ അവസ്ഥ. നമ്മൾ നിസ്കാരം പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ പായസം കയറുന്നില്ല. കാരണം മൂപ്പര് വന്നിട്ട് ഇഞ്ചക്ഷൻ അടിച്ചിരിക്കണേ, ഇബ്ലീസ് വന്നിട്ട് അടിക്കാളിൽ അടിച്ചിരിക്കണേ. അതുകൊണ്ട് സംഗതിയൊക്കെ കാട്ടിക്കൂട്ടുണ്ട്, അയിമൊന്നും ഒന്നും എഫക്റ്റ് വരണില്ല. ദ്വായ അങ്ങനെ തന്നെ, മൂപ്പര് ഇഞ്ചക്ഷൻ അടിച്ചിരിക്കണേ. അപ്പോൾ എന്ത് വേണമെന്നറിയോ, ഇബ്ലീസ് നമ്മുടെ കൽബാകുന്ന പാർലമെൻറ്റിൽ വന്നിട്ട് അദ്ദുന്യ മസറാത്തുൽ ആഖിറ, ദുന്യാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടാണ്. ഈ കൃഷി ഉൽപ്പന്നങ്ങളെ നശിപ്പിക്കാനുള്ള ഓരോ നിയമങ്ങൾ പാസ്സാക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും കർഷകന്മാരായി ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന മോഡൽ സമരം ചെയ്യണം. എങ്ങനെ? ഇബ്ലീസിനോട് പറയാം, ഈ എന്ത് പാസ്സാക്കിയാലും ഞങ്ങൾ നടപ്പിലാക്കൂല. എന്നാ സംഗതി അൽഹംദുലില്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരാണോ ശരീരത്തിന്റെ ഇച്ഛയെ പുച്ഛത്തോടെ കണ്ട് ആധ്യാത്മിക മെച്ചപ്പെട്ട മേച്ചിൽ പുറങ്ങളിലൂടെ സഞ്ചരിക്കുന്നതെങ്കിൽ അവന്റെ പരലോകം സ്വർഗീയമായ ഉദ്യാനത്തിൽ സുഖമാണ്. ശരീരത്തിന്റെ ഇച്ഛയുടെ അച്ചാരം വാങ്ങി ഇച്ഛിക്കുന്നതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുന്ന നിർഭാഗ്യവാന്റെ നാളത്തെ ഗതികേട് കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയാണ്. അതുകൊണ്ടല്ലയോ ശൈഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപദേശങ്ങളിൽ കാണാം, മനുഷ്യ 4 വിഭാഗം മനുഷ്യന്മാരാണ്. ഒരു വിഭാഗം നാവും കൽബുമില്ലാത്തവരാണ്. നാവും കൽബുമില്ലാത്തവരെന്ന് പറഞ്ഞാൽ അവരെ കൽബിലുമില്ല അല്ലാ, അവരെ നാവിലുമില്ല അല്ലാ. മറ്റൊരു വിഭാഗം കൽബുള്ളവരാണ്, നാവില്ല. എന്തുകൊണ്ട്? അവരുടെ കൽബിന്റെ ഉള്ളിലുണ്ട് അല്ലാ, പക്ഷെ ജനങ്ങളോട് പറയാനുള്ള ഭാഗ്യമില്ലാത്തവരാണ്. മറ്റൊരു വിഭാഗമുണ്ട്, അവരുടെ നാവിൽ അള്ളയുണ്ട്, കൽബിലില്ല. മഞ്ചായ പ്രഭാഷണമാണ്, സാഹിത്യ സമൽക്കാര ഭാഷയാണ്. അതാ സാഹിത്യത്തിന്റെ വശ്യഭാഷയുടെ മധുരം പുരട്ടിയിട്ടുള്ള അക്ഷരങ്ങളാണ് അതരങ്ങളിലൂടെ അടർന്നു വീഴുന്നത്, പക്ഷേ കൽബിലില്ല.
എന്നാൽ വേറെ ഒരു വിഭാഗമുണ്ട്, അവർക്ക് നാക്കുമുണ്ട്, കൽബുമുണ്ട്. അവരുടെ നാവിലുമുണ്ട് അല്ലാഹ്, അവരുടെ കൽബിലുമുണ്ട് അല്ലാഹ്. മുതലായ റമളാനിൽ മുലനെ കുടിക്കുന്നാൾ 30 നാളിലും മുലനെ തോടത്തോവർ. ഒരു കാമ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോ. എന്താ ഒരു കാൽമ നിന്നിട്ട് ഒരു ഖത്തം തീർത്തു എന്നൊക്കെ പറഞ്ഞാൽ എന്താണിത്? രാത്രി ഉറക്കം വരുമെന്ന് പേടിച്ചിട്ട് നിസ്കരിച്ചതിൻ്റെ ആലങ്കാരിക ഭാഷയാണത്. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി മാത്രം മയങ്ങുക, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി മാത്രം മയങ്ങുക, എന്നിട്ട് എണീക്കുക. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ എണീക്കണതിന് മുമ്പ് നമ്മളെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്ന് വാങ്ങുക കേൾക്കാം, കൊക്കോന്ന്. നമ്മൾ പള്ളിയിൽ നിന്ന് വാങ്ങുക അസലാത്ത് ഹൈറമിനെന്ന് കേട്ടാലോ, കാല് പോപ്പിൻ്റെ അപ്പുറത്താണെങ്കിൽ ഇത് കേട്ട കാരണം ഉള്ളിലേക്ക് വലിച്ചിട്ട്. പലരും എണീക്കുന്ന സൂര്യ ഉദിച്ചിട്ട് ശരീരം ചൂടാകുമ്പോഴാണ്. എന്നിട്ടുണ്ട് മസിൽ വട്ടിയിട്ട് പല്ല് വെച്ചിട്ട് പിന്നെ പണിക്ക് പോകണം, നിസ്കരിക്കണ തിരക്കൊന്നല്ല. എന്നിട്ട് നമ്മൾ പറയാം, ഖുർആൻ എന്താ മാറാത്തേ ഇജി ഉണ്ടായിട്ട്? വേറെന്താ, എന്താ അതിൽ തർക്കമുള്ളത്? ഞാനോ ഇജി ഉണ്ടായിട്ട്? കൊറോണ നല്ല പ്രഭാഷണമാണ്, ഇതിനേക്കാൾ വലിയ. കാരണം പരീക്ഷണം പറയുന്ന സ്ഥലത്തൊക്കെ ഖുർആൻ പറയണത് മൗഇലത്ത് അല്ലെങ്കിൽ ലാലവും നിർജീവും എന്നാണ്, മടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് മൗലത്തിന് വേണ്ടി. എല്ലായിടത്തും പറയുന്ന അതാണ്. ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്ന് ആരും ചിന്തിച്ചോ? പരീക്ഷണത്തും പാഠം ഉൾക്കൊള്ളാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് വലിയ പരീക്ഷണം. ഇപ്പോൾ ലോകത്ത് 2 ഐറ്റം ആൾക്കാരാണ്: കൊറോണ കൊണ്ട് പാഠം ഉൾക്കൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിയവർ, പാഠം ഉൾക്കൊള്ളാത്തവർ. ഇനി പിരിഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുക, ഏത് ഗുണത്തിലാണ്, ഗണത്തിലാണ്, ലിസ്റ്റിലാണ് നമ്മൾ പെടേണ്ടതെന്ന് ചിന്തിക്കുക. പാഠം ഉൾക്കൊണ്ട അൽഹംദുലില്ലാ. പാഠം ഉൾക്കൊള്ളിട്ടില്ലെങ്കിലോ സുമ്മ കസത്ത് കുലൂബ്, അത് അള്ളാഹ് പറഞ്ഞത് പാഠം ഉൾക്കൊള്ളാത്ത ബനൂ ഇസ്രായേലിനെ കുറിച്ചാണ്. സുമ്മ കസത്ത് കുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അത് പാഠം ഉൾക്കൊള്ളാത്ത ബനൂ ഇസ്രായേൽ വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു അതിശക്തമായി നേരിട്ട് പറഞ്ഞതാണ്. നമ്മെക്കുറിച്ച് അള്ളാഹു പറയാതിരിക്കട്ടെ. നമ്മളെ കൂട്ടത്തിൽ നബിയുണ്ട്, ഖുർആനിൽ ആയത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ മിക്കവാറും ഓരോ മഹലും ഓരോ അധ്യായത്തിൽ സ്ഥലം പിടിക്കുന്ന ഉറപ്പാണ്. കാരണം ഇങ്ങനെ ഒരു പരീക്ഷണം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പരീക്ഷണം ഉണ്ടായിക്കണ്, അവർ ഗ്രാമത്തെ നശിപ്പിച്ചത്. അതൊരു ജില്ലൻ്റെ വലുപ്പമായിരിക്കും, അല്ലെങ്കിൽ വില്ലേജിൻ്റെ വലുപ്പം ഉണ്ടാവുള്ളൂ. ലോകവ്യാപകമായി സകലരെയും വീട്ടിലിരുത്തിയിട്ട് പലരെയും പരലോകത്തെ കൊണ്ടുപോയി അതെന്നെ കണ്ണുകൊണ്ട് കാണാത്ത ഈ ചെറിയ സാധനം എന്നതിൻ്റെ ഒരു മോഡൽ, സെയിം മോഡൽ നമ്മൾ തരികയാണെങ്കിൽ ഖുർആനിൽ ഇല്ല, ഒറ്റ സ്ഥലത്തുമില്ല. അപ്പോൾ നമ്മൾ പേടിക്കണ്ടേ? ദജ്ജാൽ വരുന്നതിൻ്റെ തൊട്ടുമുമ്പ് വൈറസ് പ്രവർത്തനം വ്യാപകമാകുമെന്ന് പരിശുദ്ധ റസൂൽ. അതായിരിക്കും അതിന് വാതിൽ തുറക്കായിരിക്കും, അതൊക്കെ അള്ളാഹു അലം നമുക്കറിയില്ല. വ്യാപകമായിരിക്കും എന്നാണ്. അത് എവിടേക്കൊന്നൊന്നുമില്ല, എല്ലായിടത്തേക്കും വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ആകെ ഇവരൊക്കെ അവലംബിച്ചിട്ട് തവസ്സൽ ചെയ്തിട്ട് ദ്വാരക്കല്ലാതെ വേറെ മാർഗമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വിഷയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം പറഞ്ഞ്, ഇത് മഹാന്മാർ, ബഹുമാനപ്പെട്ട നൗഷാദ് ചെട്ടിപ്പടി ഈ മാസത്തിൽ വിട പറഞ്ഞ മഹാന്മാരൊക്കെ അദ്ദേഹം പറഞ്ഞു ചെറിയ വിശദീകരണം നടത്തിയിട്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം പെട്ടെന്ന് അവസാനിപ്പിക്കലാണ് ഈ സമയത്ത് പ്രസംഗത്തിൻ്റെ ഭംഗി, നമ്മുടെ ലക്ഷ്യവും അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒറ്റ കാര്യം, മനസ്സ് പൊട്ടിയിട്ട് പടച്ചവനിലേക്ക് മുറിഞ്ഞു വീഴുക, അതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നന്നാസ ദഖലു ഫീ ദീനില്ലാഹി അഫ്വാജ വസയഖ്റുജൂന മിൻഹു അഫ്വാജ. മുഹമ്മദ് മുസ്തഫ. ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടായിട്ട് ദീനിക്ക് വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇനി അവർ കൂട്ടം കൂട്ടായിട്ട് ഈ ദീനിൽ നിന്ന് പുറത്തു പോകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു. ഇതാ കാലാണ്. നിസ്കാരത്താമ്പുള്ള ആചാര്യ മോന് റസൂലുള്ളാഹിനെ പരിഹരിച്ച് പ്രസംഗിക്കുന്ന കാലമാണ്. എന്നിട്ട് ആ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ താജ് നിസ്കരിക്കുന്ന വാപ്പ അപ്പുറത്തെ റൂമിൽ, അള്ളേ റസൂൽ ഇല്ല എന്ന് പറയുന്ന മോൻ ഇപ്പുറത്തെ റൂമിൽ, രണ്ടും ഒരേ റൂമിൽ. മലപ്പുറം ജില്ലയിൽ ഒരുപാട് വീടുകൾ ഇങ്ങനെ ഉണ്ട്. എല്ലാവരും ഒരേ വീട്ടിലാണ് ഉറങ്ങണത്, എല്ലാവരും ഒരേ ടേബിളിൻ്റെ അപ്പുറം നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്ത് ഒരേ ടേബിളിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് വീട്ടുകാർ ഭക്ഷണം കഴിക്കും. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആരാണായാലും മുഅ്മിനി കാഫിർ എന്നുള്ള വാപ്പാക്ക് മനസ്സിലാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം അതിനൊക്കെ ഈ സാധനം, ചെറിയ കുട്ടികളെ കയ്യിൽ ഈ മൊബൈൽ നോക്കിയിട്ട് അവർ കാണുന്ന ജബ്ബാർ ഭാഷ പ്രസംഗം അങ്ങനെ കേൾക്കുകയാണ്. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ജാമിദ ടീച്ചറെ പ്രസംഗം കേട്ടിട്ട് റസൂലുള്ളാഹിനെ കളിയാക്കാൻ കണ്ടിട്ട് കുട്ടിയും കളിയാക്കാണ്. അല്ലെങ്കിൽ പായലൊക്കെ വെറുതെ പറയോ? ആര്? ആചാര്യ മോൻ ചോദിക്കാണ്, വെറുതെ പറയില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം തന്നെ കാഫറായില്ലേ?
റിസാലത്തിൽ സംശയിച്ച കാഫറായില്ലേ? ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറയുന്നുണ്ട്, ഞാൻ റസൂലാന്ന് ഒരാൾ പറഞ്ഞു, തെളിവ് ചോദിച്ചാൽ കാഫറാവുന്ന. ഒരാൾ പറഞ്ഞു ഞാൻ റസൂലാണെന്ന്, അപ്പോൾ കേട്ടാളും തെളിവ് കൊണ്ടാന്ന് പറഞ്ഞാൽ സാധ്യതയെ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ കാഫറാവുന്നതാണ്. കാരണം റസൂല് വരൂല, വിശ്വാസം അങ്ങനെയാണ്. ആ വിശ്വാസത്തെ കളഞ്ഞു കുളിച്ചിട്ട് കുട്ടികളുടെ കൈവെള്ളക്കുള്ളിൽ ഈ ചെറിയ സാധനമാണ്. നേരം വെളുത്ത് വൈകുന്നേരം വരെ, വൈകുന്നേരം അങ്ങോട്ട് ഓണാക്കിയ പിന്നെ സുബിഹി വരെ താന്തോന്നികൾ പ്രസംഗിക്കുന്ന പരിഹാസ ഭാഷ മനപ്പാടാക്കിയിട്ട് അത് ഡയലോഗ് അടിച്ച് നടക്കുകയാണ് ആചാര്യ മക്കൾ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്നാസു ദഖലൂ ഫീ ദീനില്ലാഹി അഫ്വാജാ. ജനങ്ങളൊക്കെ പരിശുദ്ധ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി വന്നിരിക്കുകയാണ്. വസയഖ്റുജൂന മിൻഹു അഫ്വാജാ. ഈ പരിശുദ്ധ ദീനിൽ നിന്ന് അവർ കൂട്ടം കൂട്ടമായി പുറത്തു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാലമാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഷെയ്ഖ് ജിലാനിയുടെ അരികിലേക്ക് ഒരിക്കലും മുതലാളി എന്നിട്ട് കുറച്ച് പൈസ കൊടുത്തു, ഒരു പണസഞ്ചി കൊടുത്തു. ഷെയ്ഖ് ജിലാനി പറഞ്ഞു, നിൽക്ക് അവിടെ നിൽക്ക്, ഒരു ഭരണാധികാരിയാണ്, നിൽക്ക്. ആ പണസഞ്ചി ഇങ്ങനെയാണ് പിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന മുഴുവൻ ചോരയാണ്. കൊണ്ട് പോടാ, പാവങ്ങളെ ചോര പിഴുതെടുത്ത് കുമ്പ വീർപ്പിച്ചിട്ട് നിന്റെ പോക്കറ്റിൽ നിന്ന് കാശ് കൊണ്ടുപോടാന്ന് പറഞ്ഞു. കാരണം പലിശപ്പണം പിഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ ഷെയ്ഖ് ജിലാനിക്ക് കഴിഞ്ഞിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണിയത്തുസ്ഥാനത്തേക്ക് ഒരിക്കൽ ഒരാൾ ദ്വാരന്നിട്ട് ഉത്തരം കിട്ടിയിട്ട് സന്തോഷം കൊണ്ട് ഒരു 500 റുപ്യ വന്നു എന്ന്. കണ്ണിയത്തുസ്ഥാൻ മണത്തിട്ട് പറഞ്ഞു, ഇതിൽ പലിശ വാസനിക്കുണ്ട്, കൊണ്ടുപോടാന്ന് പറഞ്ഞു. അവർക്ക് മണത്തായ്മ പലിശ ഉള്ള അറിയും, നമുക്ക് മണത്തായ കൂടി അറിയാം ഇത് പൊറാട്ടക്കാരൻ്റെ നിന്ന് വാങ്ങിയാണ്, കാരണം മൈദ മണക്കുണ്ട് എന്ന് പറയും, ഹോട്ടലിൽ നിന്ന് വാങ്ങിയാന്ന് പറയും. അവർ മൂക്കൈന് പറ്റിയിരുന്നു, ഷെയ്ഖ് ജിലാനിന്റെ മൂക്കൈന് പറ്റിയിരുന്നു, കണ്ണൈന് പറ്റിയിരുന്നു. കണ്ണിയത്തുസ്ഥാന് വാഴക്കാട് 10 റുപ്യക്ക് മത്തി വാങ്ങി, ഒരു മത്തിക്ക് 1 റുപ്യ കിട്ടുന്ന കാലമാണ്. വീട്ടിൽ വന്നിട്ട് പാക്കറ്റ് കഴിച്ചു നോക്കുമ്പോൾ 11 മത്തി, കയ്യും കാലും വരച്ച് സമസ്തന്റെ പ്രസിഡന്റിന്റെ. ആ മത്തി കവറേറ്റ് തിരിച്ച് മാർക്കറ്റിലേക്ക് പോയി. തന്ന കടക്കാരനോട് പറഞ്ഞു, എൻ്റെ മത്തി കവർ കൊണ്ട് കൊണ്ടായിരുന്നു. ആ ഉസ്താദിൻ്റെ തന്നെയെന്ന് പറഞ്ഞു. ഇതെൻ്റെ അല്ലായിരുന്നു, ആ ഉസ്താദിൻ്റെ തന്നെയെന്ന് പറഞ്ഞു. ഒരു മത്തിക്ക് 10 റുപ്യെന്ന് വെച്ച്, 1 റുപ്യെന്ന് പറഞ്ഞു. ഇതിൽ 11 മത്തി റുപ്യ ഉണ്ട്, ഞാൻ 10 റുപ്യ അല്ല, ഇതിന് 11 മത്തി ഉണ്ടല്ലോ പറഞ്ഞു. ആ ഒന്ന് ഉസ്താദിനെ ബഹുമാനിച്ചിട്ടാണെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ ഒരു മത്തി കൂടുതലുള്ളതിൻ്റെ പേരിൽ തിരിച്ച് ആ കവറും പിടിച്ചിട്ട് അങ്ങോട്ട് നടക്കുമോ? നമ്മൾ അറിയില്ല, അത് നന്നായി കുട്ടികളെ വർക്കത്താണ് ഈ കാര്യം. കണ്ണിയത്തുസ്താവ് ഒരു മത്തി കൂടിയപ്പോഴേ ഭാര്യനോട് പറയാം, മുറിക്കല്ലേ. ഒരാൾ വന്നിട്ട് ചായപ്പൊടി കൊടുത്തു, ഇതെന്തിനാ? അപ്പൊ ആരും കൊടുക്കുന്ന സമയത്ത് പറയല്ലോ, അത് ഇവിടെ വരണ കുറെ ആളുകളൊക്കെ ഉള്ളതല്ല, അതിഥികൾക്ക് എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഇത് അതിഥികൾക്ക് ചായ കൊടുക്കാനാണല്ലേ തീരുമാനമായി. അയാൾ അതിഥികൾക്ക് കൊടുക്കണം എന്ന വ്യവസ്ഥയിലല്ല കൊടുക്കുന്നത്. പറയുമ്പോൾ ആരും പറയുന്നൊരു വർത്താനാണത്. പക്ഷെ കണ്ണിയത്തുസ്താദ് തെരഞ്ഞ ആൾ അതിഥികൾക്കല്ലേ നീയത്തിച്ചത്. നേരെ അടുക്കളയിൽ പോയിട്ട് പറഞ്ഞു, ഇത് നമ്മളെ വീട്ടുകാരുപയോഗിക്കണ ഈ ചായപ്പൊടി ഇതിൽ ഇടരുത്, അതിന് സ്പെഷ്യൽ ഒരു കുപ്പി വേറെ വേണമെന്ന് പറഞ്ഞു. അതിഥികൾക്ക് എന്നൽക്ക് കൊടുത്ത ചായപ്പൊടി നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കണ്ണിയത്തുസ്താദിൻ്റെ കിച്ചണിൽ സ്പെഷ്യൽ ഒരു ഡബ്ബ വരികയാണ്. ആ ഡബ്ബയിൽ ഇട്ട് വെക്കുകയാണ്. അവിടെ എഴുതിച്ചു, ഇത് അതിഥികൾക്ക് എന്ന്. അത് മുഴുവനും വീട്ടിൽ തന്നെ അതിഥികൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ അവസ്ഥ. എന്നോട് ഇവിടെ അടുത്തൊരാൾ പറഞ്ഞു, മോനക്ക് വേണ്ടിയിട്ട് സൈക്കിൾ വാങ്ങി ഉസ്താദെ, നിസ്കാരത്താമ്പുള്ള ആളെ കടയിലാണ് കയറിയത് ഞാൻ. ആളെ താമ്പ് നെറ്റത്ത് നിന്ന് കുമ്പിട്ട ഊരി വീകാനയക്കണ, കാരണം മുഴുവൻ താമ്പാന്ന് പറഞ്ഞു, നെറ്റേനെ കാണാതെ. ആ താമ്പിൻ്റെ ചിത്രം കണ്ടിട്ട് ഇയാൾ വഞ്ചിക്കൂലാന്ന് വിചാരിച്ചിട്ട് കയറി വാങ്ങിയതാണ്. പോയി നോക്കുമ്പോൾ സാധനം ചൈനൻ്റെ എന്ന് മാത്രമല്ല, ഓടണില്ല. തിരിച്ചിട്ട് ഇയാളോട് വന്നിട്ട് പറഞ്ഞാലോ, ഇത് സാധനം ഒറിജിനൽ ആകെ വാങ്ങാൻ നോക്കണം മനുഷ്യൻ, ഞങ്ങളെ താമ്പുണ്ട് കയറിയതാണ്. അങ്ങനെ താമ്പ് പല ആവശ്യത്തിനും പലരും വെക്കുക, കണ്ടിട്ട് സാധനം വാങ്ങാൻ നിൽക്കണ്ടായിരുന്നു. താമ്പുള്ള ആൾ തന്നെയാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ആരാണ് ഒറിജിനൽ അല്ലാത്തതെന്ന് തിരിച്ചറിയണില്ല. കാരണം എല്ലാവർക്കും എല്ലാം ഉണ്ട്. മുമ്പ് നല്ലവരൊക്കെ നല്ലവരും ചീത്തവരൊക്കെ ചീത്തവരായിരുന്നു. ഇപ്പോൾ രണ്ടൊരു കൂട്ടർ തന്നെയാണ്. അതാണ് ഇപ്പോൾ വലിയ പ്രശ്നം. നമ്മൾ മനുഷ്യ വവ്വാലുകളായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വവ്വാലിന് പകൽ കണ്ണ് കാണൂലല്ലോ, രാത്രിയെ കാണുള്ളൂ. ദോഷം കൂടിയ ഒരു പ്രശ്നമുണ്ട്. ഈമാന് ളുൽമാവും, പിന്നെ കുഫർ വെളിച്ചമാവും. അങ്ങനെയാണ്. അത് വവ്വാലിൻ്റെ സ്വഭാവമാണ്. കാരണം വവ്വാലിന് പകൽ കണ്ണ് കാണൂല, രാത്രി കണ്ണ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് വെളിച്ചാവും, വെളിച്ചം ഇരുട്ടാവും. അങ്ങനെ കുറേ ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം മൊബൈലാണ്. അതുകൊണ്ട് ലലാലത്ത് വെളിച്ചായി, ഹിദായത്ത് ഇരുട്ടുമായി. ഇരുട്ട് വെളിച്ചമായി കാണുക എന്നതാണ് ഏറ്റവും വലിയ അദാബ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു തആല നമ്മളൊക്കെ നന്നാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നടക്കുന്ന ഈ പരീക്ഷണത്തെ മനസ്സിൻ്റെ മാറ്റത്തിനുള്ള പ്രഭാഷണമായി മൗഇലത്തായി ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ.